ഇവിടെ പത്താംപാടി തന്നെ കൃഷി ഇതേ കൂട്ടി ഇവർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പാടി, നെല്ല്, എള്ള് അങ്ങനെയുള്ള പച്ചക്കറികൾ ഇതൊക്കെ വളരെയധികം നല്ലവണ്ണം ചെയ്തതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പ്രോത്സാഹനം, അത് ജനപ്രതിനിധികളുടെ രീതിയിലാവാം, വ്യക്തികളുടെ രീതിയിലാവാം, മറ്റുള്ള പ്രായം ചെന്ന മുതിർന്ന ആൾക്കാരുടെ രീതിയിലാവാം, ഒരു മനസ്സ് ഇവർക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതായിട്ട് ഇവർ പല കാര്യങ്ങളും ചെയ്യുമെന്ന് ഉള്ളൊരു തെളിവായിട്ടാണ് ഇതിപ്പം കാണുന്നത്. നമ്മുടെ തനത് മത്സ്യകൃഷിയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ കട്ല, രോഹു, ഗ്രാസ് കാർപ്പ് തുടങ്ങിയ ഇനത്തിൽപ്പെട്ട മത്സ്യസമ്പത്തും വർദ്ധിപ്പിച്ചെടുക്കുക എന്നതും മത്സ്യസമൃദ്ധി പ്രോജക്റ്റിന്റെ ലക്ഷ്യമാണ്. ഇവിടെ നല്ല രീതിയിൽ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു തീറ്റി കൊടുക്കേണ്ട രീതിയിൽ അവർ തീറ്റി കൊടുക്കുന്നുണ്ട്, അതിനെ പരിപാലിക്കേണ്ട രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. വേണ്ട സമയങ്ങളിൽ അതിന് എല്ലാ പരിചരണവും അവർ നൽകി വരുന്നുണ്ട്. അതായത് ഓക്സിജൻ അളവ് പരിശോധിക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ pH കൃത്യമായി നോക്കുന്നുണ്ട്. ഇതെല്ലാം സംരക്ഷിച്ചെങ്കിൽ മാത്രമേ, ഇതെല്ലാം കൃത്യമായി മത്സ്യക്കുഞ്ഞുങ്ങളിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. മത്സ്യകൃഷിയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ജലത്തിലെ pH മൂല്യമാണ്. pH മൂല്യം ഇവിടെ നമുക്ക് കളറിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. റെഡ് കളർ തൊട്ട് ബ്ലൂ കളർ, ഡീപ്പ് വയലറ്റ് കളർ വരെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഓരോന്നിനും അതിൻ്റെ വാല്യൂസ് ഉണ്ട്. pH 4 തൊട്ട് pH 11 വരെയാണുള്ളത്. നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 7.5 ആണ്. അതായത് നമ്മൾ കുളത്തിലെ മത്സ്യം കിടക്കുന്ന കുളത്തിലെ ജലത്തിൽ ഉണ്ടായിരിക്കേണ്ട pH 7.5 ആണ്. 7.5 പച്ച നിറം കൊണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് മത്സ്യത്തീറ്റയുടെ കാര്യം എടുക്കാം. മത്സ്യത്തീറ്റ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ്. ദിവസവും 2 തവണയെങ്കിലും മിനിമം കൊടുത്തിരിക്കണം, രാവിലെയും വൈകിട്ടും. രണ്ടാമത്തേത് ഇതിൻ്റെ pH നോക്കുന്നതാണ്. വെള്ളത്തിൻ്റെ pH കൃത്യമായി അളവിൽ കൊണ്ടുപോയില്ലെങ്കിൽ മത്സ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയായി മാറും. മറ്റൊന്ന് ഓക്സിജൻ ലഭ്യതയാണ്. കുളം പായൽ മൂടിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരികയും അത് മത്സ്യം ചത്തൊടുങ്ങുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. പാഴം മൂടിക്കഴിഞ്ഞാൽ അത് കൃത്യമായി മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ ജലപരിശോധന ഇതൊക്കെ കാലാകാലങ്ങളിൽ ഇവർ നടത്തുന്നുണ്ട് നല്ല രീതിയിൽ. ഈ 10ാം വാർഡിലെ പൂജ കുടുംബശ്രീ നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. അതിന് മെമ്പറുടെ ഭാഗത്തു നിന്നും ഒക്കെ നല്ല പ്രോത്സാഹനമാണ് അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ അവർ നല്ല ഒരു വിളവെടുപ്പ് കഴിഞ്ഞ 11, 12, 13 കാലഘട്ടത്തിൽ അവർ നല്ലൊരു വിളവെടുപ്പ് നടത്തി. അതുകൂടാതെ ഈ കുളത്തിൽ തന്നെ അവർ കരിമീനും നടത്തുന്നുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ കരിമീനെയും ഇതിൻ്റെ കൂട്ടത്തിൽ കൃഷി ചെയ്യാവുന്നതാണ്. ഏറ്റവും ബെനിഫിഷ്യലായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്ന 4 ഇനങ്ങളാണ് കട്ല, രോഹു, ഗ്രാസ് കാർപ്പ്, കരിമീൻ ഇനത്തിൽപ്പെട്ടത്. 2 ഘട്ടങ്ങളിലായാണ് മത്സ്യസമൃദ്ധി പദ്ധതി ഫിഷറീസ് വകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 1ാം ഘട്ടത്തിൽ കട്ല, രോഹു, ഗ്രാസ് കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുക. 2ാം ഘട്ടത്തിൽ കരിമീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഈ 2 ഘട്ടങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 2012-2015 കാലഘട്ടത്തിലേക്കുള്ള പദ്ധതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃഷി അനുബന്ധ മേഖലകളുടെ സംയോജനമാണ് ആത്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പ്രാഥമികമായിട്ടും കൃഷിക്കാരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകൾ വഴി പദ്ധതികൾ കൃഷിക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൃഷിക്കാരുടെ ഗ്രൂപ്പുകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉരുത്തിരിയുന്ന ഗവേഷണ ഫലങ്ങൾ കൃഷിക്കാരിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മ വളരെയധികം പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ആത്മയുടെ സന്നദ്ധരായ ഉദ്യോഗസ്ഥരുണ്ട്. അതിനകത്ത് ബ്ലോക്ക് ടെക്നോളജി മാനേജേഴ്സും ഫീൽഡ് അസിസ്റ്റൻറ്റ് ഫെസിലിറ്റേറ്റേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ അവർ വഴിയായിട്ടാണ് ഈ പ്രവർത്തനം കൃഷിക്കാരിലേക്ക് എത്തിക്കുന്നത്. അതിൽ കൃഷിക്കാരെ പല മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അതിലെ അവരെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് പല പരിപാടികൾ ആത്മ ആവിഷ്കരിക്കുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും കാർഷിക പരിശീലനങ്ങളാണ് അവർക്ക് നൽകുന്നത്. അതേപോലെ തന്നെ നല്ല കൃഷിക്കാർ, നന്നായിട്ട് കൃഷി ചെയ്യുന്ന കൃഷിക്കാരുടെ ഫീൽഡ് കാണുന്നതിന് വേണ്ടിയിട്ട് സന്ദർശന പരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാതൃകാ കൃഷിത്തോട്ടങ്ങൾ ആത്മയിലൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ വയൽ വിദ്യാലയങ്ങൾ എന്ന് വെച്ചാൽ കൃഷിക്കാർ മനസ്സിലാക്കുന്നത് വേറൊരു കൃഷിക്കാരൻ ചെയ്യുന്നത് കണ്ടാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതിലും നല്ലത് അനുഭവ സമ്പത്താണ് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വയൽ വിദ്യാലയങ്ങൾ
മറ്റ് കൃഷിക്കാരുടെ വയലിൽ തന്നെ നമ്മൾ പോയി അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ് വയൽ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വയൽ വിദ്യാലയങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആത്മാ വഴിയായിട്ട്. ഓരോ ഗ്രൂപ്പിനും അവരവരുടെ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ആനുകൂല്യം അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആത്മയുടെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഈ ആത്മയുടെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിന് ഓരോ ബ്ലോക്കിലും ആത്മയുടെ പ്രവർത്തനങ്ങൾ, ആലപ്പുഴ ജില്ലയിൽ 12 ബ്ലോക്കുണ്ട്, 12 ബ്ലോക്കിലും ആത്മയുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ പൂജ ഗ്രൂപ്പ് ആയിട്ട് ആത്മയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടക്കുന്നതാണ്. അപ്പോൾ പൂജ ഗ്രൂപ്പ് എന്ന് പറയുന്ന അവരൊരു 3 വർഷമായിട്ട് കാർഷിക മേഖലയിലും, അതായത് പച്ചക്കറി, മീൻ വളർത്തലിൽ തന്നെ അവർ വളരെ നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്നതാണ്. കട്ല, രോഹു, ഗ്രാസ് കാർപ്പ് എന്നീ ഇനങ്ങളിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് സീഡ് ആൻഡ് ഫീഡ് എന്ന പേരിൽ സബ്സിഡി നൽകി കൃഷിവകുപ്പ് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ സബ്സിഡി വഴി കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ ഫിഷറീസ് വകുപ്പ് സൗജന്യമായാണ് നൽകുന്നത്. അതുപോലെ തന്നെ മത്സ്യങ്ങൾക്ക് തീറ്റ വാങ്ങുന്ന ബില്ല് ഫിഷറീസ് വകുപ്പിന്റെ കോർഡിനേറ്റർമാരെ ഏൽപ്പിച്ചാൽ അതിന്റെ സബ്സിഡി തുകയും സർക്കാർ കർഷകന് നൽകുന്നു. ഇങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങുന്ന കർഷക കൂട്ടായ്മകൾക്ക് താങ്ങും വഴിവെളിച്ചവുമായി കൃഷിവകുപ്പും ഫിഷറീസ് വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും എപ്പോഴും കർഷകരുടെ ഒപ്പമുണ്ടാവും എന്നതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ചേപ്പാട് ഗ്രാമപഞ്ചായത്തിലെ പൂജ കുടുംബശ്രീയുടെ വിജയത്തിലൂടെ നാം കാണുന്നത്. %80 മലയാളികളും മത്സ്യം കഴിക്കുന്നവരാണ്. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിൽ മത്സ്യലഭ്യതയിൽ കാര്യമായി കുറവുണ്ടായിരിക്കുന്നു. നമ്മുടെ ഉൾനാടൻ ജലാശയങ്ങളുടെ തകർച്ചയും ജലമലിനീകരണവും മൂലമുണ്ടായ മത്സ്യസമ്പദ് ശോഷണവും ആശാസ്യമല്ലാത്ത മത്സ്യബന്ധന രീതികളും നമ്മുടെ ഉൾനാടൻ മത്സ്യോൽപാദനത്തെ സാരമായി ബാധിക്കുകയുണ്ടായി. കടൽ മീൻ പിടിക്കുന്നതിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അമിത മത്സ്യബന്ധന സമ്മർദ്ദം മൂലം ഒരിക്കൽ സുലഭമായിരുന്ന പല നല്ല ഇനം മത്സ്യങ്ങളും ലഭിക്കാതിരിക്കുകയോ ലഭ്യതയിൽ കുറവുണ്ടാവുകയോ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ആഭ്യന്തര ഉപഭോഗത്തിനാവശ്യമായ മത്സ്യം ഇന്ന് ഇവിടെ ലഭ്യമല്ലാതായിരിക്കുന്നു. മത്സ്യകൃഷിക്ക് ഏറെ സാധ്യതകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 590 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടലും 44 നദികളും 52 കായലുകളും 53 ജലസംഭരണികളും 9 തടാകങ്ങളും 800-ലധികം ചിറകളും 10,000-ലധികം കുളങ്ങളും ഒക്കെ കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ കേരളത്തിൽ പൂജ കുടുംബശ്രീ പ്രവർത്തകരെ പോലുള്ള കർഷക കൂട്ടായ്മകൾ മുന്നോട്ടിറങ്ങിയാൽ നമ്മുടെ ആഭ്യന്തര മത്സ്യോപഭോഗത്തിനാവശ്യമായ മത്സ്യം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, കേരളത്തിലെ കർഷക കൂട്ടായ്മകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യുന്നു. സമൂഹത്തിൽ നിന്ന് വിശപ്പ് എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ചെറുകിട കൃഷിയിടങ്ങളുടെയും ചെറുകിട നാമമാത്ര കർഷകരുടെയും പൂജ കുടുംബശ്രീ പോലുള്ള കർഷക കൂട്ടായ്മകളുടെയും പങ്ക് ഇന്ന് ആഗോളതലത്തിൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലഭ്യമായ മണ്ണിലെല്ലാം നമുക്ക് കൃഷി ചെയ്യാം. കാലി വളർത്തൽ, മീൻ വളർത്തൽ, കോഴി വളർത്തൽ പോലുള്ള ഉപതൊഴിലുകൾ ചെയ്യാം. ദാരിദ്ര്യവും വിശപ്പും എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള മഹത്തായ പരിശ്രമത്തിൽ പങ്കാളികളാവാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മത്സ്യകൃഷിക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. റബ്ബർ ബോർഡ് മികച്ച റബ്ബർ കർഷകന് അവാർഡ് നൽകും. നീരപാനീയം വിപണിയിലിറക്കി.
വാർത്തകൾ വിശദമായി. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പാക്കി വരുന്ന മത്സ്യസമൃദ്ധി പദ്ധതിയിലൂടെ ചെമ്മീൻ, ആറ്റുകൊഞ്ച്, കല്ലുമ്മക്കായ്, ഞണ്ട്, വിവിധതരം മത്സ്യങ്ങൾ എന്നിവയുടെ കൃഷി നടത്താൻ ആഗ്രഹിക്കുന്ന കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന മത്സ്യവികസന ഏജൻസികളിലും പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന മത്സ്യ കർഷക ക്ലബ്ബുകൾ വഴിയും അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047123082995. റബ്ബർ ബോർഡ് മികച്ച റബ്ബർ കർഷകന് പ്രൊഫസർ KM ചാണ്ടി സ്മാരക പുരസ്കാരം നൽകും. 1 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. അപേക്ഷ ജൂലൈ 15 മുമ്പ് ബന്ധപ്പെട്ട റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകളിൽ നൽകണം. റബ്ബർ കൃഷിയിൽ 10 വർഷത്തിലേറെ പരിചയമുള്ളവരും 0.4 മുതൽ 10 വരെ ഹെക്ടർ സ്ഥലത്ത് റബ്ബർ കൃഷി ചെയ്യുന്നവരുമായിരിക്കണം അപേക്ഷകർ. കർഷകന്റെ പേരും വിലാസവും, 3 വർഷത്തെ ഉൽപാദനക്ഷമത, കൃഷിയെക്കുറിച്ചുള്ള ലഘുവിവരണം എന്നിവയോടുകൂടിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0481 230 1231. മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ സൗജന്യ പരിശീലനം നൽകുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ 5 ദിവസത്തെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 273 2918. കണ്ണൂർ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ആത്മയുടെ സഹായത്തോടെ സംയോജിത കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 50 സെന്റിൽ കുറയാതെ കൃഷിയുള്ളവർക്ക് ആട്, കോഴി, മത്സ്യം എന്നിവ കൂടി കൃഷി ചെയ്യാൻ അപേക്ഷിക്കാം. 40,000 രൂപയാണ് ധനസഹായം. അപേക്ഷകൾ ജൂലൈ 15 ബന്ധപ്പെട്ട കൃഷിഭവനിലോ ഇരണിക്കാവ് റോഡിലുള്ള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലോ സമർപ്പിക്കണം. വെള്ളായണി കാർഷിക കോളേജിൽ ജൈവ കൃഷിയിൽ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. +2 സയൻസ് തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 19. വിലാസം: രജിസ്ട്രാർ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വെള്ളാനിക്കര, തൃശൂർ. ഫോൺ നമ്പർ 9446662992. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 15 മുതൽ 17 തീയതി വരെ ഇറച്ചിക്കോഴി വളർത്തൽ സൗജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0471 273 2918. തിരുവനന്തപുരം കരകുളം കൃഷിഭവനിൽ വിവിധതരം പച്ചക്കറി വിത്തുകളും മറ്റ് നടീൽ വസ്തുക്കളും വിതരണത്തിനായി തയ്യാറായിട്ടുണ്ട്. പച്ചക്കറി വിത്തുകൾ അകത്തിച്ചീരയുടെ തൈ, കുറ്റി മുരിങ്ങത്തൈ എന്നിവയ്ക്ക് 10 രൂപ നിരക്കിലും, കുറ്റി കുരുമുളകിന് 110 രൂപ നിരക്കിലും, പ്ലാവ് ഗ്രാഫ്റ്റിന് 40 രൂപ നിരക്കിലും, ചെറി, പേര എന്നിവയുടെ ലെയർ തൈകൾക്ക് 20 രൂപ നിരക്കിലും, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾക്ക് 15 രൂപ നിരക്കിലും നൽകുന്നതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 237 0094. വെള്ളായണി കാർഷിക കോളേജിൽ അഗ്രികൾച്ചർ എക്കണോമിക്സ് വിഭാഗത്തിൽ ഒരു ടീച്ചിംഗ് അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ഈ മാസം 22 രാവിലെ 9 മണിക്ക് ഇന്റർവ്യൂ നടത്തുന്നു. MSc അഗ്രികൾച്ചർ, എക്കണോമിക്സ്, MBA അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെന്റ്, MA എക്കണോമിക്സ് ഇവയിലേതിലെങ്കിലും ഒന്നിൽ ഫസ്റ്റ് ക്ലാസ്. നെറ്റ് അഭികാമ്യം. പ്രതിമാസ വേതനം 18,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 238 1002. മറ്റൊരു നമ്പർ 0471 238 1915. പാലക്കാട് കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനി പാം ഡ്യൂ എന്ന പേരിൽ നീരപാനീയം കേരളത്തിലാദ്യമായി കൊച്ചിയിൽ വിപണിയിലിറക്കി. കാസർഗോഡ് CPCRIയുടെ സാങ്കേതികവിദ്യയിൽ വികസിപ്പിച്ചെടുത്ത പാലക്കാട് കമ്പനിയുടെ നീര സംസ്കരണ യൂണിറ്റുകൾ കർണാടകയിലെ മംഗലാപുരത്ത് പ്രവർത്തിക്കുന്നു. പാം ഡ്യൂ തീർത്തും ശുദ്ധമായ ജൈവ പാനീയമാണ്. എറണാകുളം വൈറ്റില മൊബിലിറ്റി ഹബ്ബിലെ നാളികേര വികസന ബോർഡിന്റെ കിയോസ്കിൽ ജ്യൂസ് വെൻഡിംഗ് മെഷീനിലൂടെ നീര ലഭ്യമാണ്. 200 മില്ലിക്ക് 25 രൂപയാണ് വില. കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചിയിൽ 15,100 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 15,600 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 15,100, കൊപ്ര കൊച്ചിയിൽ 10,400, കൊപ്ര കോഴിക്കോട് 10,350, കൊപ്ര തൃശൂർ 10,035 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 72,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 74,500 രൂപ, ചുക്ക് മീഡിയം 31,000 രൂപ, ചുക്ക് ബെസ്റ്റ് 32,500 രൂപ, മഞ്ഞൾ സേലം 7,000 രൂപ, മഞ്ഞൾ ഈറോഡ് 7,200 രൂപ, അടയ്ക്ക പുതിയത് 29,000-നും 30,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,500, റബ്ബർ RSS 4 ഗ്രേഡ് 14,200, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,550 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,300 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 15,100, കൊപ്ര 10,400 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 72,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 74,500 രൂപ, ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 29,000-നും 30,000-നും ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 മുതൽ 275 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 450 മുതൽ 500 രൂപ വരെ, ജാതിപത്രി കിലോഗ്രാമിന് 750 മുതൽ 900 രൂപ വരെ, ഗ്രാമ്പു കിലോഗ്രാമിന് 900 മുതൽ 1,050 രൂപ വരെ. റബ്ബർ RSS ഗ്രേഡ് 5 13,500, റബ്ബർ RSS ഗ്രേഡ് 4 14,200, ഒട്ടുപാൽ 9,500 രൂപ, ലാറ്റക്സ് 10,200 രൂപ. കമ്പോള അവലോകനം. റബ്ബർ വില ഉയർന്നില്ല. റബ്ബർ അവധി വ്യാപാരത്തിലെ വിൽപ്പന സമ്മർദ്ദം ടയർ വ്യവസായികളെ രംഗത്ത് നിന്ന് അല്പം പിന്തിരിപ്പിച്ചു. മികച്ച ഇനം റബ്ബർ 142 രൂപയിലും അവധി വിലകൾ 140-ലുമാണ്. മഴയുടെ തിരിച്ചുവരവ് ഏലത്തോട്ടങ്ങളെ സജീവമാക്കി. ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ 1,024 രൂപയിലാണ്. 10,000 കിലോ ഏലക്ക മാത്രമാണ് ഇന്ന് ലേലത്തിനെത്തിയത്. ഒരു മാസത്തിനിടയിൽ വരവ് ഇത്രയേറെ കുറയുന്നത് ആദ്യം. നാളികേരോൽപ്പന്നങ്ങൾ മികവിലാണെങ്കിലും തമിഴ്നാട്ടിൽ എണ്ണയ്ക്ക് ഡിമാൻഡ് മങ്ങിയത് മില്ലുകാരെ വിൽപ്പനക്കാരാക്കി. അതേസമയം പ്രതികൂല കാലാവസ്ഥ മൂലം സംസ്ഥാനത്ത് കൊപ്രയുടെ ലഭ്യത ഉയർന്നില്ല. കുരുമുളക്, ചുക്ക്, ജാതിക്ക വിലകളിൽ കാര്യമായ മാറ്റമില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 26.4, 23. കൊച്ചി 26.6, 23.2. ആലപ്പുഴ 29, 23.4. പുനലൂർ 31, 22. തിരുവനന്തപുരം 31.4, 23.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.